സ്വർണ്ണവില ഇന്നോളമുള്ള ഏറ്റവും വലിയ ഉയരത്തിൽ പവന് 1200 രൂപയാണ് ഇന്ന് കൂടിയത്. 76,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് ഓർക്കണം. അതായത് ഗ്രാമിൻ്റെ വില ഏതാണ്ട് 10,000 രൂപയ്ക്കടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു പവൻ സ്വർണം വേണമെങ്കിൽ ഇപ്പോൾ എത്ര രൂപ വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 8 ദിവസത്തിനിടെ മാത്രം 3,320 രൂപ കൂടി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ആഗോള സാമ്പത്തിക സ്ഥിതിയിലെ വ്യത്യാസങ്ങളുണ്ട്, രൂപയുമായുള്ള ഡോളറുമായുള്ള നമ്മുടെ രൂപയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് സ്വർണ്ണ വിപണിയെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇനിയും വില വർധന ഉണ്ടാകുമെന്നാണോ ബന്ധപ്പെട്ടവർ പറയുന്നത്? രഞ്ജിത്ത്, ഈ ട്രംപിൻ്റെ പുതിയ നീക്കങ്ങൾ അത് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലെ പണി തന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് സ്വർണത്തിനാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും സ്വർണത്തിനൊരു പണിയെന്ന് പറയാൻ കഴിയില്ല. കാര്യം സ്വർണത്തിൽ നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണെന്ന് കൂടി പറയണം. ഈ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവിൻ്റെ ഗവർണറായിട്ടുള്ള ലീസ കുക്കിനെ ട്രംപ് പുറത്താക്കിയ നടപടിയെ തുടർന്നാണ്. ഈയൊരു നടപടിക്ക് പിന്നാലെ ഈ ലീസ കുക്ക് തന്നെ പുറത്താക്കാൻ ട്രംപിന് അധികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ US ഫെഡും ട്രംപും തമ്മിൽ നിലനിൽക്കുന്ന ഈ പോരാട്ടം അത് ഡോളറിൽ ഒരു അനിശ്ചിതത്വം കൊണ്ടുവരികയാണ്. ഈ ഡോളറിൽ ഉണ്ടായ അനിശ്ചിതത്വം അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡോളറിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആൾക്കാരെ ഭീതിയിലാക്കി. ഇത് കാരണം പലരും ഡോളറിൽ നിക്ഷേപം നടത്താതെ സ്വർണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഇത്തരത്തിൽ സ്വർണത്തിൽ നിക്ഷേപം കുമിഞ്ഞു കൂടിയത് കാരണമാണ് വില ഇപ്പോൾ അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാരണം US ഫെഡ് തന്നെ ഈ സെപ്റ്റംബറിൽ ഡോളറിൻ്റെ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം കൂടിയാണ് ഈ ഡോളറിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വലിയൊരു വിഭാഗം ഡോളറിൽ നിന്ന് മാറി സ്വർണം അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് കാരണമാണ് ആഗോള മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില ഇത്രയധികം ഉയർന്നുകൊണ്ട് പോകാനുള്ള കാരണം. അപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മാത്രം 1,200 രൂപ കൂടി 76,960 രൂപയാണ് സ്വർണത്തിനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ 77,000 എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിന് വെറും 40 രൂപ മാത്രമാണ് പിന്നിലുള്ളത്. ഗ്രാമിൻ്റെ വില നോക്കുകയാണെങ്കിൽ 150 രൂപ ഉയർന്ന് 9,620 രൂപയായിട്ടുണ്ട്. അതായത് 10,000-നടുത്ത്. ഇപ്പോൾ ഒരു മിനിമം സ്വർണം വാങ്ങണമെങ്കിൽ, 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 3% GST ഈ 9,620 രൂപ ഇതിൻ്റെ കൂടെ കൂട്ടണം. അതുപോലെ തന്നെ മിനിമം പണിക്കൂലി 5% കൂട്ടണം. അതുപോലെ തന്നെ 53.10 രൂപ ഹോൾമാർക്ക് ഫീസും കൂടി കൂട്ടിച്ചേർത്താണ് ഇതിൻ്റെ വില നൽകേണ്ടത്. അപ്പോൾ ഏറ്റവും മിനിമം 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് 10,405 രൂപയാണ്. ഇത്രയും നൽകിയാൽ മാത്രമേ 1 ഗ്രാം സ്വർണം ലഭിക്കൂ. ഇത് ഒരു പവനിലേക്ക് വരുമ്പോൾ 83,245 രൂപയാണ്. അതായത് 10,000-നടുത്ത സംഖ്യയാണ്. കണക്കുകളാണ്. വിത്രമല്ലെങ്കിൽ പോലും അത്ഭുതകരമായ കണക്കുകളാണ്. 2-3 വർഷം മുമ്പ് 1 പവൻ സ്വർണത്തിന്, 1 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാകുമെന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് കണക്ക് കൂട്ടിയാലാണ് ഇതിൻ്റെ ഒരു കൗതുകം അറിയുക. അജയ്.